എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ഇന്ന് നമുക്കെങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം. ഇന്ന് വ്യാഴാഴ്ച 1201 ആണ്ട് ചിങ്ങമാസം 26 തീയതി ആണ്. ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ ഫലപ്രവചനം ആരംഭിക്കുന്നത്. വ്യാഴം ഗുരുവാണ്, ബൃഹസ്പതിയാണ്, ദേവഗുരുവാണ്. വ്യാഴമാണ് ഹോൾ പ്രൊവൈഡർ, അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ശക്തമായ ഒരു ഗ്രഹം. ഈ ഗ്രഹത്തിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ നമുക്ക് അറിയാം. വ്യാഴാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നല്ല ദിവസമാണ്. ഇന്ന് വിഷ്ണുവിൻ്റെ സ്വാധീനമുള്ള ദിവസമാണ്. വ്യാഴഹോരയിലാണ് ദിവസം തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാവിലെ ഉദയം മുതൽ 1 മണിക്കൂർ വ്യാഴത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് എന്തു തുടങ്ങിയാലും വളരെ അനുകൂലമായി കാണുന്നു. പ്രത്യേകിച്ച് ചികിത്സ, ധനപരമായ കാര്യങ്ങൾ, സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഒക്കെ നല്ല ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് നമുക്കിന്ന് ഇന്നത്തെ വ്യാഴാഴ്ച എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. എല്ലാ മേഖലയിലും പെട്ട ആളുകൾക്കും ഇന്ന് തരക്കേടില്ലാത്തൊരു ദിവസമാണ്. എന്നാൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ സംഘർഷവും മനപ്രയാസവും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ദിവസമായിരിക്കും. സ്നേഹഭംഗം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വിപരീതമായ ബന്ധങ്ങളുടെ ഉലച്ചിൽ ഒക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളാണ് കാണുന്നത്. എന്നാൽ ഉച്ചയോടുകൂടി ആശ്വാസകരമായ ചില അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടിയും ഈശ്വരഭക്തിയോടുകൂടിയും മുൻപോട്ട് പോവുക. അവരവരുടെ ആചാരമനുസരിച്ച് ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാനായിട്ട് സാധ്യത കാണുന്നു. വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഗുണകരമായി, അതായത് ബിസിനസ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ വേഗത്തിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. അത് വൈകുന്നേരത്തോടുകൂടി അതെല്ലാം ക്രമീകരിക്കുന്നതാണ്. വാഹനത്തിന് റിപ്പയർ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ചില ബുദ്ധികൾ മൂലം അല്ലെങ്കിൽ നമുക്ക് എതിരായി പ്രവർത്തിക്കുന്ന ആൾക്കാർ മൂലം മനക്ലേശം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ടവർ ചിലർ അകന്നു പോകാനും സാധ്യതയുണ്ട്. ചില കലഹത്തിനും സാധ്യതയുണ്ട്. എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. എല്ലാം നിസ്സാരമായി തന്നെ കടന്നു പോകുന്നതാണ്. എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു സാഹചര്യം വന്നു ചേരുന്നതാണ്. എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീന്തൽ താരങ്ങളോ അല്ലെങ്കിൽ നീന്തലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരോ ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരോ. ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രമോ കടലോ കുളമോ ഒന്നും മാത്രമല്ല. നമ്മുടെ ജ്യൂസ്, അങ്ങനെയൊക്കെയുള്ള ലിക്വിഡായിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള ഏത് കാര്യങ്ങളുമായി ഇടപെടുന്ന ആൾക്കാർ മൊത്തത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ഓരോരുത്തരെയും എടുത്തെടുത്ത് പറയാനുള്ള സമയപരിമിതി മൂലം അങ്ങനെ പറയുന്നതാണ്. അതുകൊണ്ട് ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, മത്സ്യബന്ധനക്കാർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിട്ട് കാണുന്നു. ഇനി നമുക്ക് അടുത്തതായി മിഥുനക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് ആശ്വാസകരമായ പല അനുഭവങ്ങളും ഇന്ന് വന്ന് ചേർന്നേക്കാം. സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള സാധ്യത കാണുന്നു. പ്രമോഷൻ അല്ലെങ്കിൽ ശമ്പളക്കയറ്റം, അങ്ങനെയുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ വഴിതെളിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ ചില ആളുകൾക്ക്
അതായത് നേരായ മാർഗങ്ങൾ വിട്ട് കുറുക്കു വഴിയിലൂടെ ധനം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇന്ന് നിരാശ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഷെയർ മുതലായ കാര്യങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്കും ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. ഒരുപാട് നാൾ ആഗ്രഹിച്ചിരുന്ന വിവാഹം അല്ലെങ്കിൽ വിവാഹത്തിലേക്കുള്ള നീക്കങ്ങൾ ഒക്കെ ഒരു തീരുമാനത്തിലെത്തുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക്, ഈ കൂറുകാർക്കെല്ലാം ചില ക്ഷീണം, ആലസ്യം, ശാരീരിക ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മാനസികമായി വളരെ സന്തോഷമുണ്ടാവുകയും സമ്മാനങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണ്. ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാനും അതേപോലെ പഴയ വാഹനങ്ങൾ വിൽക്കാനുമൊക്കെ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. ക്ഷേത്ര ദർശനത്തിനും അല്ലെങ്കിൽ പുണ്യക്ഷേത്ര ദർശനത്തിനും പുണ്യസ്ഥലങ്ങൾ ദർശിക്കാനുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. പുതിയ പാഠങ്ങൾ ആരംഭിക്കുവാനും പുതിയ പഠനം തുടങ്ങാനുമൊക്കെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ദീർഘമായി സഞ്ചരിക്കുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. പൊതുവെ കർക്കിടകക്കൂറുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണാധിക്യമുള്ള ഒരു ദിവസമാണ്. എന്നാൽ ചില ധനനഷ്ടം വളരെ കനത്തതായി അനുഭവപ്പെട്ടേക്കാം. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ അത് ഒഴിവാക്കാവുന്നതാണ്. വിലപിടിച്ച വസ്തുക്കൾ കൊണ്ട് കച്ചവടം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ വിലപിടിച്ച വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് മോഷണം, അങ്ങനെയുള്ള ചതി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി മുൻപോട്ട് പോയാൽ അതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ബിസിനസ് പുരോഗമിക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ആശ്വാസകരമായ ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രതീക്ഷകൾ കൈവരിക്കുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കടമെടുക്കാനോ വായ്പ എടുക്കാനോ കൊടുക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്കും ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ഷെയർ മുതലായ കാര്യങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരേര. കന്നിക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. എന്നാൽ ഗുണാധിക്യം ഉള്ള ഒരു ദിവസമായി കാണുന്നുണ്ട്. എന്നാൽ ചില മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിട്ട് കാണുന്നു. ചില ധനനഷ്ടങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനായി സാധ്യതയുണ്ട്. ദീർഘമായി ആഗ്രഹിച്ചിരുന്ന ചില വിവാഹാദി കാര്യങ്ങൾ ഒക്കെ കമിതാക്കൾക്ക് പ്രത്യേകിച്ച് അനുകൂലമായി നടക്കാനായിട്ട് സാധ്യതയുണ്ട്. ചില അപകടങ്ങൾ, വാഹനങ്ങൾക്ക് റിപ്പയർ ഒക്കെ വരാനായിട്ട് സാധ്യത കാണുന്നു. ധനനഷ്ടം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. ദീർഘമായി പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് സാധ്യത കാണുന്നു. ഇന്നത്തെ ദിവസം പൊതുവെ ആരോഗ്യകാര്യത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ഒരു ദിവസമാണ്. അനുകൂലമായ മാറ്റങ്ങളാണ്. സ്ഥിരമായി രോഗാദി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നുണ്ട്. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് നീക്കാനായി സാധിക്കുന്നു. ഷെയർ തുടങ്ങിയ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായി കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം.
തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. ഒരുപാട് നാളായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും തുടർന്നു കൊണ്ടുപോകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സന്തോഷകരമായ പല കാര്യങ്ങളിലും ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെയോ തന്നെയോ വിവാഹങ്ങളൊക്കെ നിശ്ചയിക്കാനോ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ആരോപണങ്ങൾക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. മറ്റ് മേഖലകൾ, ഹോട്ടൽ, റിസോർട്ട് അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാത്ത അത്രയും ഗസ്റ്റുകളോ അല്ലെങ്കിൽ ആളുകളോ കസ്റ്റമേഴ്സോ ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഐശ്വര്യം ഉണ്ടാകുന്ന ദിവസമാണ്. കെട്ടിടം നിർമ്മാണത്തിന് ആരംഭിക്കുന്നവർക്ക് ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും. അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് വളരെയധികം നല്ലൊരു ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ വയ്ക്കുക. മറ്റ് ചില വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക്, അതായത് കായികമായി അധ്വാനം വേണ്ട ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണും. ഇനി നമുക്ക് അടുത്തതായി വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഇന്നലത്തേക്കാൾ ആശ്വാസകരമായി കാണുന്നു. മാനസികമായി ഉണ്ടായിരുന്ന പ്രയാസങ്ങൾക്ക് അല്ലെങ്കിൽ മാനസികമായി ഉണ്ടായിരുന്ന മുറിവുകൾക്ക് അയവ് വരുന്ന ഒരു ദിവസമാണ്. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ വച്ചാൽ മറ്റ് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാവുന്നതാണ്. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. ചില അപകടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വാഹനങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ ഗ്രഹോപകരണങ്ങൾ തകരാറിലായി മനപ്രയാസം ഉണ്ടാകാനൊക്കെ സാധ്യത കാണുന്നു. കൂടാതെ സുഹൃത്തുക്കളിൽ ചിലർ അകന്നു പോകാൻ സാധ്യതയുണ്ട്. വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് പ്രതികൂലമായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ സമാധാനം വീണ്ടെടുക്കാൻ കുറച്ച് പ്രയാസമുള്ള ദിവസമാണ്. അതുകൊണ്ട് ആത്മസംയമനം പാലിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. തൊഴിലിൽ വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അതെല്ലാം നിവർത്തിക്കാവുന്നതാണ്. ചില കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. ഈശ്വരാധീനം ഉണ്ടാവട്ടെ. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. എല്ലാത്തിനും പരിഹാരം ഈശ്വര പ്രാർത്ഥന തന്നെയാണ്. അവരവരുടെ ആചാരമനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകുക. എല്ലാവിധ ആശംസകളും നൽകുന്നു. നിങ്ങൾ എല്ലാവർക്കും മനസ്സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാലൻ. ഈ കൂറുകാർക്ക് വളരെ നല്ലൊരു ദിവസമായിരിക്കുമെന്നാൽ തിരക്കേറിയ ദിവസമാണ്. വരുമാനം അനുസരിച്ച് ജോലി ചെയ്യുന്നവർ, ദിവസവരുമാനം, ദിവസക്കൂലി ഒക്കെ ലഭിക്കുന്നവർക്ക് ഇന്ന് അത്ര അനുകൂലമായ ഒരു ദിവസമായിരിക്കുകയില്ല. ബിസിനസ്സുകാർക്ക് പ്രതികൂലമായ ദിവസമാണ്. ധനം കൈകാര്യം ചെയ്യുന്നവർക്കും പ്രതികൂലമായൊരു ദിവസമായി കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് കുറച്ച് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണ്. ദൈവികമായ കാര്യങ്ങൾ, ക്ഷേത്രം, പള്ളി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ചില മാനസിക പ്രയാസങ്ങളോ സംഘർഷങ്ങളോ ഒക്കെ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം. അധികാരമുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു. മറ്റ് ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതായത് ശാസ്ത്രജ്ഞന്മാർ, ഹോട്ടൽ വിഭാഗം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. ഷെയർ തുടങ്ങിയ കാര്യങ്ങളിൽ ധനം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്കും ചെറിയ പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്,
തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ചില ആശ്വാസകരമായ അനുഭവങ്ങൾ വന്നേക്കാം. സ്ഥിരമായി രോഗങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായി കാണുന്നു. എന്നാൽ സാമ്പത്തികമായ അധിക ചിലവ് മൂലം മനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങൾ ഉലച്ചിൽ തട്ടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് കുടുംബക്കാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ കമിതാക്കളോ ഒക്കെ തമ്മിൽ തർക്കങ്ങളുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്, ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ തിരിച്ചറിയുകയും മനക്ലേശമുണ്ടാകുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. സാമ്പത്തിക ക്ലേശങ്ങൾ ഉള്ളവർ അതനുസരിച്ച് അധ്വാനിക്കുകയോ അല്ലെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുകയോ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത തൊഴിലുകൾ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് അടുത്തതായി കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമായിരിക്കുകയില്ല. എന്നാൽ ദിവസത്തിൻ്റെ അവസാന പകുതിയോടുകൂടി ആശ്വാസകരമായ ചില പ്രതീക്ഷകൾ കൈവരുന്നതാണ്. എങ്കിലും മൊത്തത്തിൽ കുറച്ച് മ്ലാനതയോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്ന് ശകാരങ്ങളോ പ്രശ്നങ്ങളോ ആരോപണങ്ങളോ ഒക്കെ കേൾക്കാനായിട്ട് സാധ്യതയുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകാനും മനക്ലേശങ്ങളുണ്ടാകാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. കേസ്, വഴക്ക്, ആ കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇടപെടാൻ സാധ്യതയുള്ളൊരു ദിവസമായതിനാൽ വളരെ ആത്മനിയന്ത്രണത്തോടു കൂടിയും അല്ലെങ്കിൽ വാക്കുകൾ വളരെ ചിട്ടയോടുകൂടി പ്രയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകുക. ബന്ധുക്കളുമായി വളരെ സ്നേഹം, സൗഹാർദ്ദം ഒക്കെ വീണ്ടെടുക്കേണ്ടതൊരു അത്യാവശ്യ കാര്യമാണ്. മാതാവിൻ്റെ ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ദിവസത്തിൻ്റെ അവസാനം എല്ലാത്തിനും ഒരു സമാധാനം, ഒരാശ്വാസം വന്ന് ഭവിക്കുന്നതാണ്. ജോലി തിരക്ക് മൂലം കുറച്ച് ശാരീരിക ക്ലേശങ്ങളുമൊക്കെ കാണുന്നുണ്ട്. എല്ലാ വിഭാഗക്കാർക്കും ഇതേ അനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഇന്ന് ചെയ്തു തീർക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ആകാംക്ഷ അല്ലെ ഉത്കണ്ഠ, അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകുന്ന ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ പ്രമോഷനുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളോ ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് അധികാരമുള്ള മേഖലകളിൽ ജോലികളിൽ പ്രവേശിച്ചിരിക്കുന്നവർക്ക്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, രാഷ്ട്രീയ രംഗക്കാർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഇമോഷണലായിട്ടുള്ളവർ, പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുക, പെട്ടെന്ന് തളരുക ഒക്കെ ചെയ്യുന്ന ക്യാരക്ടറുള്ളവർ തീർച്ചയായും ആത്മനിയന്ത്രണത്തിനായി ക്ഷേത്രദർശനം അല്ലെങ്കിൽ അവരവരുടെ ആചാരമനുസരിച്ചുള്ള ഭക്തിമാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നല്ല ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ അധ്യാപകർ അത്തരത്തിലുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായി കാണുന്നു. ആരോഗ്യമേഖലയിൽ ഏർപ്പെടുന്നവർക്കും ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്ന് ഭവിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഇന്നത്തെ ഫലപ്രവചനം ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു.